സാഹിത്യനഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന വിവിധ സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് സാറ ജോസഫിനാണ്. ഇതുൾപ്പെടെ 6 സാഹിത്യ പുരസ്കാരങ്ങളാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രഖ്യാപിച്ചത്. സമഗ്ര സംഭാവനയ്ക്ക് ജൂറി തിരഞ്ഞെടുത്തത് അതിൻ്റെ ചെയർമാൻ UK കുമാരനായിരുന്നു. സാറ ടീച്ചറെയാണ് അതിനുവേണ്ടി സാറ ജോസഫ് അവരെയാണ് ആ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിനായി ജൂറി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ പുരസ്കാരമാണ് സാറ ജോസഫിന് സമ്മാനിക്കുന്നത്. വനിതാ എഴുത്തുകാരിൽ ആത്രേയകം എന്ന കൃതിയിലൂടെ R രാജശ്രീ പുരസ്കാരത്തിന് അർഹയായി. സന്തോഷ് ചിക്കാനത്തിന്റെ മിസാറു എന്ന കഥക്കാണ് ബാലസാഹിത്യ പുരസ്കാരം. യുവ എഴുത്തുകാർ വിഭാഗത്തിൽ പെണ്ണുപ്പൻ എന്ന കവിതയുടെ രചയിതാവായ ആദി അവാർഡിന് അർഹനായി. വിവർത്തനത്തിനുള്ള പുരസ്കാരം J ഗോപാലകൃഷ്ണൻ, AJ തോമസ് എന്നിവരും സ്വന്തമാക്കി. ഇവർക്ക് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. ബാലസാഹിത്യത്തിൽ അവർ തിരഞ്ഞെടുത്തത് സന്തോഷ് ചിക്കാനത്തിൻ്റെ മിസാറു എന്ന കൃതിയാണ്. വനിതാ എഴുത്തുകാർ ബാലസാഹിത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആത്രേയകം ശ്രീമതി R രാജശ്രീയുടെ പുസ്തകമാണ് തിരഞ്ഞെടുത്തത്. വിവർത്തനം മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് തിരഞ്ഞെടുത്തത് ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ് ശ്രീ AJ തോമസിൻ്റെ പുസ്തകമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജൂറി. അതുപോലെ വിവർത്തനത്തിൽ ഇതര ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് തേജോ തുംഗഭദ്ര എന്ന ശ്രീ J ഗോപാലകൃഷ്ണൻ്റെ 25 ഏപ്രിലാണ് അത് പബ്ലിഷ് ചെയ്തത്. കോഴിക്കോട്ടെ യുവ എഴുത്തുകാരിൽ പെണ്ണപ്പൻ, അതൊക്കെ നിങ്ങൾക്കറിയാം, ശ്രീ ആദർശ് E ആ പുസ്തകമാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2022 ജനുവരി 1 മുതൽ 2025 മെയ് 31 വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ് അവാർഡിനായി പരിഗണിക്കപ്പെട്ടത്. യുവ എഴുത്തുകാർ വിഭാഗത്തിൽ കോഴിക്കോട്ടെ എഴുത്തുകാരെയാണ് പരിഗണിച്ചത്. UK കുമാരൻ, പ്രൊഫസർ S ശിവദാസ്, ഷാഹിന K റഫീഖ്, ഡോക്ടർ രാധിക C നായർ, പ്രൊഫസർ നാഗേഷ് എന്നിവർ ചെയർമാൻമാരായ 3 അംഗ ജൂറി പാനലാണ് അവാർഡ് നിർണയം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.